ഓട്ടുപാറ ജനതയിൽ ഇപ്പോൾ എല്ലാം വിലക്കുറവിൽ. ഓൺലൈൻ വിലയേക്കാൾ കുറവിൽ 1499 രൂപയ്ക്ക് മിക്സി, 199 രൂപയ്ക്ക് അപ്പച്ചട്ടി, 1199 രൂപയ്ക്ക് ഇൻഡക്ഷൻ കുക്കർ, 1499 രൂപയ്ക്ക് ഗ്യാസ് സ്റ്റൗ, 899 രൂപയ്ക്ക് ഫാൻ. ഓട്ടുപാറ ജനതയിൽ പഴയ സ്റ്റീൽ, അലുമിനിയം, ഓട്, ചെമ്പ് പാത്രങ്ങൾ എന്നിവ മാറ്റിയെടുക്കാം. ഓട്ടുപാറയിലെ ഏറ്റവും വലിയ പാത്രക്കട ജനത ഓട്ടുപാറ. ഫോൺ 9526267779. വടക്കാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിക്ക് സമീപത്തായി പ്രവർത്തിക്കുന്ന കൺസ്യൂമർ ഫെഡിന്റെ വിദേശ മദ്യ വിൽപ്പനശാലയെ അവിടെ നിന്നും കെട്ടുകെട്ടിക്കണമെന്ന് മദ്യനിരോധന സമിതി അതിരൂപത ഡയറക്ടർ ഫാദർ ദേവസി പന്തലുകാരൻ ആവശ്യപ്പെട്ടു. വിദേശ മദ്യ വിൽപ്പനശാല മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് ദേശീയ മനുഷ്യാവകാശ സമിതി വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആ ഡിവൈൻ ആശുപത്രിയുടെ മുൻപിൽ തൊട്ടടുത്ത് ഇങ്ങനൊരു വിദേശ മദ്യ ഷോപ്പ് ഉണ്ടായി ഇല്ല എങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയും അവിടെ കുടിക്കാൻ പോണവരൊക്കെ ആ നോട്ടുകെട്ടുകളൊക്കെ അവിടെ കത്തിച്ച് കളയുന്നത് നിങ്ങൾ കരുതുന്നുണ്ടാവില്ല. ആ വഴിയിൽ ഒരുപാട് വ്യാപാര ശാലകളില്ലേ, ഈ ആശുപത്രിക്കൊരു മാനേജ്മെന്റും മറ്റുമില്ലേ, അവരൊന്ന് രംഗത്ത് വരാൻ സമരം ചെയ്യിച്ച് പ്രതിഷേധിച്ച് ഗതാഗതം നടന്നത് ഒന്നും പറയണ്ട, സമാധാനപരമായി ഇതിലുള്ള ഉത്കണ്ഠ ഒരു ദിവസം മുഴുവനും വേണ്ട, ഒരു മണിക്കൂറെങ്കിലും അങ്ങനെയുള്ള ആതുരാലയത്തിലെ ആരോഗ്യ പരിപാലന കേന്ദ്രത്തിന്റെ ഔദ്യോഗിക മേധാവികളും ജീവനക്കാരും മറ്റു ജോലിക്കാരും ഒക്കെ അവരുടെ ഔദ്യോഗിക വേഷ യൂണിഫോമിൽ തന്നെ ഒന്ന് വന്ന് പ്രതീകാത്മകമായെങ്കിലും ഒന്ന് അവരുടെ പ്രതിഷേധം പ്രകടിപ്പിച്ചിരുന്നു എങ്കിൽ നിങ്ങളാ പറയേണ്ടത്, എങ്കിൽ അവിടെയുള്ള ചെറുതോ വലുതുമായ ഒട്ടേറെ കച്ചവടക്കാര് ആ വ്യവസായികളൊക്കെ ഒരു ദിവസമെങ്കിലും വേണ്ട, മുഴുവൻ സമയം വേണ്ട, ഒരു മണിക്കൂറെങ്കിലും ഒറ്റക്കെട്ടായ വഴി എല്ലാം അടച്ചിട്ട് അവിടെ ഒന്ന് ചെന്ന്, അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് കച്ചവടക്കാർക്ക് ഗുണമുള്ള കാര്യം ഞാൻ പറയുന്നു. കാരണം ഈ ഷാപ്പ് അടഞ്ഞു കിടന്നാൽ അവിടെ കൊണ്ടുപോയി തൊലച്ച് കളയുന്ന പണമൊന്നും ആരും കീറിക്കളയില്ല, കത്തിച്ച് കളയില്ല, ലാലൂര് കൊണ്ടുപോയി കുഴിച്ചു മൂടില്ല. ഈ പണം സാധാരണ ഗാർഹികോപകാരപ്രദമായ സാധനങ്ങൾ, വസ്തുക്കൾ വാങ്ങിക്കാൻ ഉപയോഗിക്കുമ്പോൾ സർക്കാരിന് ഈ അമ്മപെങ്ങന്മാരുടെ കണ്ണീരില്ലാത്ത നല്ല കാശ് കിട്ടും, ന്യായമായ നികുതി കിട്ടും. അങ്ങനെ ഈ സർക്കാരിന് ജീവിക്കാം. നമ്മുടെ തൊട്ടടുത്തുള്ള തമിഴ്നാടോ ആന്ധ്രാപ്രദേശോ കർണാടകയോ ഈ പ്രാന്ത് കാണിക്കുന്നില്ലല്ലോ. കാർഷികമായും വ്യാവസായികമായും അവര് വളർന്ന് വികസിച്ച് ആ രീതിയിൽ സ്വയം പര്യാപ്തത നേടാനും ആ നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമൈശ്വര്യങ്ങൾ ഉറപ്പുവരുത്താനും പരിശ്രമിക്കുമ്പോൾ ഇവിടെ ആകെ കൂടി കള്ളുചാരായം വിറ്റിട്ടും, എന്തോട്ടെ മദ്യം വിറ്റിട്ടും, പിന്നെ ഇതേപോലെ ലോട്ടറി വിറ്റിട്ടും, ഇങ്ങനെയല്ലാണ്ട് ഏതെങ്കിലും വ്യവസായ വർധനവിന്റെ സാമ്പത്തിക സ്രോതസ് കണ്ടെത്താൻ, അതിനെ പരിപോഷിപ്പിക്കാൻ, അതിന് നേതൃത്വം കൊടുക്കാൻ, അങ്ങനെയുള്ള സംരംഭകരെ സഹായിക്കാൻ. ഇവിടെ ഒരു ആശുപത്രിയുടെ അടുത്താണെന്നാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ വിരോധം. നിങ്ങൾക്കറിയോ, നമ്മളെ കൊള്ളയടിച്ചു എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരുണ്ടല്ലോ, അവര് ഭരിച്ചിരുന്ന കാലത്ത് ആരാധനാലയങ്ങളിൽ നിന്നും ആശുപത്രികളിൽ നിന്നും മറ്റു ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നും 400 മീറ്റർ അകലെയാകണം മദ്യവ്യാപാര കേന്ദ്രങ്ങൾ എന്നായിരുന്നു നിയമം. അറിയോ? നമ്മുടെ നാട്ടുകാരെ സാമ്പത്തികമായും സാംസ്കാരികമായും കൊള്ളയടിച്ചവർ എന്ന് എങ്ങനെ വിശദീകരിക്കപ്പെടുന്ന പാശ്ചാത്യര് ഭരിച്ച കാലത്ത് 400 മീറ്റർ ആയിരുന്നു. പിന്നീട് അത് 200ലേക്ക് കൊണ്ടുവന്നത് ഐക്യരാഷ്ട്ര സംഘടന, ഹമാസ്, അമേരിക്ക ഒന്നുമല്ല. EMSന്റെ കാലത്ത് എക്സൈസ് മന്ത്രി പട്ടം കൈവച്ചിരുന്ന ആരാ, നമ്മുടെ സ്ത്രീജനത്തിന്റെ പേര് ആ ഗൗരി അമ്മയുടെ കാലത്താണ് അത് 400 എന്നുള്ളത് 200 ആക്കി. ആ 200നെ 50ലേക്ക് എത്തിച്ചത് ആരാ? ഇന്ന് കേരളം ഭരിക്കുന്നവരുടെ പൂർവികര്. ഇനി ഞാൻ കൂടുതൽ പറയണം. അപ്പൊ അതിന്റെ പിന്നിൽ രാഷ്ട്രീയമുണ്ട്. പല ചെറുപ്പക്കാരനെ ഒന്ന് പഠിച്ചോ. ദരിദ്രരുണ്ടെങ്കിലേ ഈ പ്രസ്ഥാനത്തിന് സ്കോപ്പുള്ളൂ. ഈ കള്ളും ചാരായ സൗകര്യങ്ങൾ ഉണ്ടെങ്കിലേ കുറെ ദരിദ്രം ഒന്നും ഉണ്ടാവുള്ളൂ. വികസനം നമുക്ക് വല്ല തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ പറയാം. ഞാൻ വേറെ രാഷ്ട്രീയ ജാതി ഒന്നും പറയാൻ വേണ്ടി വന്നതല്ല. പ്രിയപ്പെട്ടവരെ,
നിങ്ങളുടെ ഈ ധർമ്മ സമരത്തിൽ ഒരു വ്യക്തി എന്നുള്ള നിലയിലും ഈ പ്രദേശവുമായി ഏറെ ബന്ധമുണ്ടെന്ന് ആത്മാവിൽ അഭിമാനം കൊണ്ട് ചിലപ്പോൾ അഹങ്കരിക്കുകയൊക്കെ ചെയ്യുന്ന ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന്, അല്ലെങ്കിൽ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന KCBC മദ്യവിരുദ്ധ സമിതിയുടെ സാന്നിധ്യവും സഹായ സഹകരണങ്ങളും നിങ്ങളോടൊത്ത് ഉണ്ടാകും എന്ന് ഉറപ്പു നൽകുന്നു. തീർച്ചയായും ഇത് അധികാരികളെ കണ്ണു തുറപ്പിക്കേണ്ടതാണ്. ഇവിടെ ആര് കുടിച്ചാലും ഐക്യരാഷ്ട്ര സംഘടനയുടെ ലോകാരോഗ്യ സംഘടന പോലും പറയുന്നത് ഒരു തുള്ളി മദ്യം പോലും ആരോഗ്യത്തിന് ഉപദ്രവമല്ല എന്ന് കണക്കാക്കരുത്. എന്നിട്ട് ഇത് എന്റെ കണ്ടുപിടുത്തല്ല, ലോകാരോഗ്യ സംഘടനയുടെ നിലപാടാണ്. ഒരു തുള്ളി മദ്യം പോലും അപകടമില്ലാത്തതാണ് എന്ന് പറയാൻ പാടില്ല. എങ്കിൽ ഇത് പോഷക വസ്തുവിന്റെ കൂട്ടത്തിൽ, ഭക്ഷ്യപദാർത്ഥങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തി എന്ന് പറയുന്ന സർക്കാരിനെതിരെ ലോകാരോഗ്യ സംഘടന കേസിന് പോകേണ്ടതാണ്. അത്രമാത്രം ജനങ്ങളുടെ അവകാശങ്ങളാണ് ഇവിടെ ധ്വംസിക്കപ്പെടുന്നത്. അപ്പോൾ ഈ രംഗത്ത് അവസരത്തിന് തുയർന്ന് ഇങ്ങനൊരു പ്രതിഷേധ ധർണ സംഘടിപ്പിക്കാൻ ധൈര്യം കാണിച്ച് മാതൃക കാഴ്ചവെച്ച് ഈ മനുഷ്യാവകാശ ദേശീയ ഈ സമിതിയെ അഭിനന്ദിച്ചുകൊണ്ട് ഈ ധർണ ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് പ്രഖ്യാപിച്ച് ഈ സ്ഥാപനം എത്രയും വേഗം അവിടുന്ന് കെട്ടുകെട്ടിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് കൂട്ടിച്ചേർത്ത് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. ആശുപത്രിക്ക് സമീപം ആരംഭിച്ച വിദേശമദ്യ വിൽപ്പനശാലയ്ക്ക് മുന്നിൽ ആശുപത്രി അധികൃതരും പ്രതിഷേധ സമരം സംഘടിപ്പിക്കണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സംസ്ഥാന സർക്കാരിന്റെ വികലമായ മദ്യനയം മൂലം കേരളത്തിൽ മദ്യപാനികളുടെ എണ്ണം കൂടി വരികയാണെന്ന് അദ്ദേഹം പറഞ്ഞു. അനാരോഗ്യം വിളിച്ചു വരുത്തുന്നതും സമീപവാസികൾക്ക് ശല്യമുണ്ടാക്കുന്നതുമായ മദ്യവിൽപ്പനശാല എത്രയും പെട്ടെന്ന് മാറ്റണമെന്ന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച സമിതി ചെയർമാൻ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ ആവശ്യപ്പെട്ടു. വടക്കാഞ്ചേരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വകാര്യ ശുശ്രൂഷ കേന്ദ്രമായിട്ടുള്ള മാക്സ് കെയർ അഥവാ ഡിവൈൻ ഹോസ്പിറ്റലിൻ്റെ സമീപത്തായി ഒരു വിദേശ മദ്യ വിൽപ്പനശാല പുതിയതായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം, മദ്യം കുടിക്കുന്നതും വിൽക്കുന്നതും കുറ്റകരമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മദ്യവിപത്തുകളെ സംബന്ധിച്ച് കൂടുതൽ ഇവിടെ സംസാരിക്കേണ്ട ആവശ്യമില്ല. മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണെന്നും അത് നാട്ടിനും നാട്ടാർക്കും ദോഷകരമായിട്ടുള്ളതാണെന്നും എല്ലാവർക്കും അറിയാം. അത് കുറച്ചുകൊണ്ടുവരാൻ, അതിൻ്റെ ഉപയോഗം കുറച്ചുകൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ലോകത്തിലെ തന്നെ എല്ലാ സർക്കാരുകളും, ഇന്ത്യയിലെയും എല്ലാ സർക്കാരുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകുമ്പോൾ നഗരസഭ വേണ്ട പരിശോധന നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നഗരസഭ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ സമരപ്പന്തലിലെത്തി. സമിതി നേതാക്കളായ ജോൺസൺ കുന്നപ്പള്ളി, കെ എ ഗോവിന്ദൻ, ഉഷ രാമചന്ദ്രൻ, TN നമ്പീശൻ, PV രാമൻ, V ഗോപകുമാർ എന്നിവർ സംസാരിച്ചു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.